മനസ്സുകളിൽ നിന്ന് ജനിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ. ഭാഗം 1. ലോകത്ത് ഇന്ന് കാണുന്ന ശാസ്ത്രീയം എന്ന് പറയാവുന്ന സകലവിധ നേട്ടങ്ങളും ഭരണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന നിയമങ്ങളും നീതിബോധവും സാംസ്കാരിക മുന്നേറ്റവുമെല്ലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും മിക്കവാറും മൺമറഞ്ഞു പോയ ശരീരങ്ങളോടു കൂടിയവരുമായ ഏതാനും മനസ്സുകളുടെ ഊർജ സംഭരിതാവസ്ഥയെ മറ്റ് മനസ്സുകൾ എടുത്ത് വിനിയോഗിക്കുന്നു എന്നതാണ്. എന്ന് വരുമ്പോൾ മനുഷ്യന്റെ മൊത്തമായ അറിവിൻ്റെയും ചിന്തയുടെയും ബൗദ്ധിക മുന്നേറ്റത്തിൻ്റെയും കാരണമായിരിക്കുന്നത് ഏതാനും ശക്തമായ മനസ്സുകൾ എന്ന പ്രവർത്തനക്ഷമതയാണ് എന്ന് കാണാനാവുന്നു. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും സാമൂഹിക പുരോഗതിയുമെല്ലാം ഇവിധമുള്ള മനസ്സാകുന്ന കാരണോർജം എന്ന സങ്കല്പങ്ങളെ ഭൂമിയിലെ രൂപതര ലഭ്യതകളിൽ സന്നിവേശിപ്പിച്ച് പ്രവർത്തിക്കുക എന്നതാകുന്നു. കൃഷ്ണനും ബുദ്ധനും യേശുവും നബിയും നാനാക്കും ശ്രീശങ്കരനും ശ്രീനാരായണനും മാർക്സുമൊക്കെ മനുഷ്യരായി തന്നെ ജീവിച്ച് സ്വന്തം ശേഷി പ്രകടമാക്കിയ അറിയപ്പെടുന്നവരാണ്. കൂടുതൽ അറിയപ്പെടാതിരിക്കുന്നവരും എന്നാൽ ഈ ധന്യാത്മാക്കളെ പോലെ തന്നെ ശേഷിയാർജിച്ച എല്ലാവരും ഇന്നത്തെ ലോകത്തിന്റെ ജീവപ്രവർത്തനങ്ങളാകുന്ന അവസ്ഥാരൂപീകരണത്തിൽ പങ്കുകൊണ്ടവരുമാണ്. ജനപഥങ്ങളുടെ അറിവാകുന്ന ജീവവികാസത്തിനും സാമ്പത്തികവും ആരോഗ്യപരവുമായി ഭൗതികാവസ്ഥയിലുള്ള വളർച്ചയ്ക്കും സാമൂഹികമായ കെട്ടുറപ്പിനും അങ്ങനെ സാംസ്കാരികമായ ക്രമീകരണങ്ങൾക്കും കാരണോർജമായി ഈ ധന്യാത്മാക്കൾ നിലകൊള്ളുന്നു. എന്നാൽ ഈ ആചാര്യ മനസ്സുകളുടെ തത്വവിചാരങ്ങളിൽ നിന്നും സങ്കല്പ മണ്ഡലങ്ങളിൽ നിന്നുമെല്ലാം വ്യതിചലിക്കപ്പെട്ടു നിൽക്കുന്ന നിരവധിയായ വിരുദ്ധ പ്രവർത്തനങ്ങളും സുശക്തമായ ആചാര്യ നന്മയുടെ മാർഗത്തോടൊപ്പം ചേർന്ന് മനുഷ്യ സംസ്കാരമായി നിലകൊള്ളുകയും ചെയ്യുന്നു. പരിഷ്കൃതമെന്ന് നാം കരുതുന്ന സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള ശക്തികളെയും പ്രവർത്തനങ്ങളെയും മിക്കവാറും തിന്മയായി തന്നെ കാണുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നന്മയും തിന്മയുമായ അവസ്ഥകളും പ്രവർത്തനങ്ങളും തിരിച്ചറിയാനാവാതെ വരുന്ന സന്ദർഭങ്ങളും ധാരാളമായി സംഭവിക്കുന്നു. ഇത് ജീവന്റെയും സമൂഹത്തിൻ്റെയും കാലോചിതമായ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നതിൽ നിന്ന് സംഭവിക്കുന്നതുമാണ്. ഏത് വിധത്തിലായാലും ഇന്ന് ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന ശക്തി എന്നത് എണ്ണത്തിൽ വളരെ കുറവായ ഉജ്ജ്വല മനസ്സുകളുടെ ജീവിത സങ്കല്പങ്ങൾ തന്നെയാണ്. ഈ വഴിയിൽ പ്രവർത്തിച്ച് നേടി മുമ്പിൽ വന്നിട്ടുള്ള പരമ്പരകളാണ് ബുദ്ധനും യേശുവിനും നബിക്കും മാർക്സിനും ഉള്ളതെന്ന് അനുഭവത്തിലൂടെ കാണാനാവുന്നു. ആധുനികമെന്ന ഈ കാലത്ത് നിന്നുകൊണ്ട് കാണുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ധന്യ ജീവനുകളുടെ ഉജ്ജ്വല സങ്കല്പങ്ങളുടെ സ്വാധീനം ജനപഥങ്ങളുടെ മാർഗദർശനവും പ്രവർത്തനോർജവുമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യത്തെ മറച്ചുകളയാൻ ആവുകയില്ല. ലോകമാകെ നിറഞ്ഞിരിക്കുന്ന അനവധിയായ ജീവിതങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ധന്യാത്മാക്കളുടെ സിദ്ധാന്തങ്ങളും പിന്തുടർച്ചയുടെ മനസ്സുകളാകുന്ന പരമ്പരകളും മറ്റ് നിരവധിയായ വിരുദ്ധ സങ്കല്പങ്ങളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും ചേർന്ന് ലോകത്ത് ശക്തമായ ആശയക്കുഴപ്പം തന്നെ സൃഷ്ടിച്ചു നിൽക്കുന്നുവെന്നതാണ് ഇന്നത്തെ സ്ഥിതി. ശക്തമായ ഇത്തരം ആശയവൈവിധ്യങ്ങൾക്കിടയിൽ ഏറ്റവും അവസാനമായി ഉത്ഭവിച്ച് പ്രവർത്തിച്ച് ശക്തിപ്പെട്ടത് മാർക്സിൻ്റേതാണെന്ന് പറയാം. ജീവൻ എന്ന കാരണോർജതരമായ നിലനിൽപ്പിന്റെ ദൃശ്യരൂപമാകുന്ന ശരീരത്തിന്റെ മാത്രം സുരക്ഷിതത്വം മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങളും പ്രവർത്തന ലക്ഷ്യങ്ങളുമാണ് കാറൽ മാർക്സിൻ്റേത് എന്നേ പറയാൻ കഴിയൂ. ജീവിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന ശരീരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റലും അടിമയുടേതായ അനുഭവ ദുരിതങ്ങളെ ഉന്മൂലനം ചെയ്യലും സുരക്ഷിതത്വവും നിയമത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യവും ലഘൂകരിക്കപ്പെടുന്ന കഷ്ടപ്പാടുകളുമായുള്ള ജീവിതവും ഒക്കെയായി കാറൽ മാർക്സിന്റെ സങ്കല്പങ്ങൾ കമ്മ്യൂണിസം എന്നതായി പ്രസ്ഥാനവൽകൃതമായി. മാനവരാശിയുടെ നന്മയെ ലക്ഷ്യം വെച്ചുള്ള മാർക്സിയൻ ചിന്തകൾ പക്ഷേ
ജീവിതം എന്നത് ജന്മാന്തരങ്ങളും കാലാന്തരങ്ങളും കടന്നുപോകുന്ന ജീവന്റെ മാത്രമായ ആവശ്യവും പ്രവർത്തനവും തത്ഫല സമ്പാദ്യവും ആകുന്നുവെന്ന് അറിയുന്നതിൽ തീർത്തും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ജീവരൂപം എന്ന പ്രവർത്തനത്തിന്റെ കാരണത്തെ ബോധ്യപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ജീവൻ എന്ന സൂക്ഷ്മശേഷിയുടെ പുരോഗതിയും കർമ്മഫലങ്ങളും മരണാനന്തരമുള്ള നിലനിൽപ്പും മിക്കവാറും അപ്രസക്തമായ സങ്കല്പമായിട്ടിരിക്കുന്നു. ഇവിധമായ മനസ്സ് ലക്ഷ്യം വയ്ക്കുന്നത് ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അടിസ്ഥാന സൗകര്യ ലഭ്യതയും സുരക്ഷിതത്വവും ആശ്വാസപ്രദമായ ജീവിതവും മാത്രമാകുന്നു. അനവധി ജീവനുകളെയും മനസ്സുകളെയും ദശാബ്ദങ്ങളിലൂടെ തന്റെ സങ്കല്പമണ്ഡലത്തിലേക്ക് ആകർഷിച്ച് ഭ്രമിപ്പിച്ച മാർക്സ് എന്ന ജീവന്റെയും മനസ്സിന്റെയും പ്രകൃതി നടത്തുന്ന ജീവപരിണാമ പ്രക്രിയയുടെ അതിദീർഘമായ കാലത്തിനിടയിലെ ജീവപരിണാമ പ്രവർത്തനം എന്ന പങ്ക് അത്രയും മാത്രം ആയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മശേഷിയായി നിലകൊണ്ട് ശരീരങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ജീവനെക്കുറിച്ച് ഒന്നും പറയാനാവാത്തതായും ഒരു ജന്മത്തിൻ്റെതായ ഭൗതിക ജീവിതത്തെ തന്നെ പൂർണ്ണതയായി കണ്ട് അതിനായി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സിദ്ധാന്തമായും ജീവനെ സംബന്ധിക്കുന്ന ത്രികാലബോധമില്ലാത്ത അപൂർണതയായും മാർക്സിസം എന്ന കാരണോർജം അത്രത്തോളമായി ഭൂമിയിൽ പ്രവർത്തിച്ചു നിൽക്കുന്നു. പ്രകൃതി എന്ന പ്രവർത്തനം വഴി ജീവന്റെ ആവശ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടല്ലാതെ നിറവേറ്റപ്പെടാൻ സാധ്യമാവുന്നില്ല എന്നതുകൊണ്ട് ജീവൻ നിലനിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനും അത് നേടിയെടുക്കുന്ന അവസ്ഥാപ്രാപ്തിയോളവും ലക്ഷ്യം വയ്ക്കുന്ന ഈ കാഴ്ചപ്പാട് അത്രത്തോളമായ യോഗ്യത തന്നെയുമാണ്. കാരണവിശേഷങ്ങളെക്കുറിച്ച് യാതൊന്നും മിണ്ടാത്ത മാർക്സിയൻ സിദ്ധാന്തം അത്രത്തോളം മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്നത് മാർക്സ് എന്ന ആചാര്യന്റെ വചനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നതുമാണ്. മാർക്സിസം എന്ന സങ്കല്പ മണ്ഡലത്തെ പിന്തുടരുന്ന മനസ്സുകളെ ഉൾക്കൊള്ളുന്ന ജീവനുകൾ എന്ന ജനസമൂഹം ലോകത്തെ നിയന്ത്രിക്കുന്ന മറ്റ് ഉന്നത മനസ്സുകളാകുന്ന ആചാര്യന്മാരുടെ പരമ്പരകളെപ്പോലെ തന്നെ മാർക്സ് എന്ന മനഃശക്തിക്ക് കീഴ്പ്പെട്ടു നിൽക്കുന്നവരും എന്നാൽ ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവന് വേണ്ടുന്നതും വഴിതെറ്റാത്തതുമായ പ്രവർത്തനഗതിയെക്കുറിച്ച് പറഞ്ഞു കിട്ടാത്തവരും അറിയാത്തവരുമാകുന്നു. ഉണ്ണാനും ഉടുക്കാനും പാർക്കാനുമുള്ളത് നേടുന്നതിനും ജീവിതം സ്വതന്ത്രമാക്കുന്നതിനും എതിർക്കുന്ന ശക്തികളെ നേരിടുന്നതിനുമൊക്കെയുള്ള ലക്ഷ്യങ്ങളല്ലാതെ സൂക്ഷ്മമായ ജീവനെ സംബന്ധിക്കുന്ന യാതൊന്നും വിഭാവന ചെയ്തിട്ടില്ലാത്ത ഈ സിദ്ധാന്തം മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരുടേതുപോലെ തന്നെ മനസ്സിൽ നിന്നുള്ള സൃഷ്ടിയും മനസ്സു തന്നെയുമായ പ്രപഞ്ചകാരണശക്തിയുടെ എളിയ നിലയിലുള്ള പ്രവർത്തനശേഷിയുമാകുന്നു. ഒരു ജന്മത്തിൻ്റെതായ ഭൗതിക ജീവിതത്തിൽ പൂർണ്ണത ദർശിക്കുന്നതും ജീവന്റെ ശാശ്വതമായ നന്മയ്ക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാനാവാത്തതുമായ ഒരു സിദ്ധാന്തത്തിന് സ്വാഭാവികമായി തന്നെ ഭൂമിയിൽ അധികകാലം മുന്തിയ സ്വാധീനശക്തിയായി നിലകൊള്ളാൻ സാധിക്കുകയുമില്ല. മനുഷ്യ സമൂഹത്തെ അതിശക്തമായി സ്വാധീനിച്ച് വന്നതും ലോകത്തെ നല്ലൊരു പ്രദേശത്തിന്റെ അധികാരം കൈയടക്കുന്ന തരത്തിലും എത്തിയ കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിലൂന്നിയ പ്രവർത്തനത്തിന് ഉദിച്ചുയർന്നതുപോലെ തന്നെ വളരെ കുറച്ചു കാലത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് തളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. ജീവൻ എന്ന യുഗധർമ്മങ്ങൾ എന്ന സങ്കല്പ ഘട്ടങ്ങൾ കടന്നു പോകുന്ന മഹാപ്രവർത്തനത്തിന്റെ അത്യല്പകാലം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന കാര്യം എന്നതുകൊണ്ട് മാത്രമാണ് മാർക്സിയൻ ചിന്തകളുടെ അതിവേഗമുള്ള പതനം സംഭവിച്ചത്. ജീവന്റെ നിരന്തര പരിണാമയാത്രയ്ക്കിടയ്ക്ക് ഒരു സങ്കല്പം പ്രവർത്തനം കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പിന്നെ അതിന് നിലനിൽപ്പില്ലാതാവുകയും അടുത്തതിലേക്ക് പ്രവേശിക്കേണ്ടത് അനിവാര്യമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഹ്രസ്വമായ കാലത്തെ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യം പ്രാപിച്ചു നിൽക്കുന്ന മാർക്സിസം എന്ന ശക്തമായ പ്രവർത്തനഗതി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതായിരിക്കും.